കൊച്ചിയിൽ ഇന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കാണ്. കൊച്ചിയിൽ ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്കാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഈ പണിമുടക്ക് ഉണ്ടാവുക. ഇതേ തുടർന്ന് നഗരത്തിലെ ഊബർ ആണെങ്കിലും ശരി, ഓല ആണെങ്കിലും ശരി, റാപ്പിഡോ ആണെങ്കിലും ശരി, ഈ ഓൺലൈൻ ടാക്സികളൊക്കെ അതിന്റെ സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സർക്കാർ അംഗീകരിച്ച നിരക്കുകൾ നടപ്പിലാക്കണം എന്നതടക്കം 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡ്രൈവർമാർ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. കൊച്ചിയിൽ ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് ഒന്നടങ്കം പണിമുടക്കുകയാണ്. പ്രധാനമായിട്ടും ഈ സ്വകാര്യ കമ്പനികൾ അവരെ വലിയ രീതിയിൽ അവർക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കമ്പനികളുടെ നീക്കമെന്നാണ് പ്രധാനമായിട്ടും ഇവരുടെ ആരോപണം. ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ജിജോ കുടിച്ചിരുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആവശ്യം നമ്മുടെ വേതനമാണ്. ഒരു ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള തുക നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നിലവിലെ സർക്കാർ അധിഷ്ഠിത ഒരു കേരള സവാരി എന്ന് പറയുന്ന ഒരു ആപ്പ് കൊണ്ടുവന്നതിനേക്കാട്ടിലും ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നുള്ളത്. ആ നിയമനിർമ്മാണം കൊണ്ടുവന്നെങ്കിൽ തന്നെ നമ്മുടെ തൊഴിലാളികളുടെ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരും. ഇവരെ നമ്മൾ പിഴിഞ്ഞെടുത്ത് നമ്മുടെ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓൺലൈൻ ടാക്സി കമ്പനികൾ എന്ന് പറയുന്നത്. അവരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം സർക്കാർ നിയന്ത്രിക്കണം. സർക്കാർ നിയന്ത്രിച്ചിരിക്കുന്ന, സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന അതേ നിരക്ക് ഇവിടെ കൊണ്ടുവരണം. അതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നമുക്ക് കൂടുതലൊന്നും വേണ്ട. തിങ്കളാഴ്ച ഒരു തുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വേറൊരു തുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഫെയർ സംവിധാനം. അപ്പോൾ ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ സർക്കാരുകൾ ഒരു നിയന്ത്രണം കൊണ്ടുവരാതെ ഒരു കാരണവശാലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവസാനിക്കൂല. ഇവിടെ കിട്ടുന്ന നിരക്ക് എന്ന് പറഞ്ഞാൽ സർക്കാരിൽ ഇട്ടിരിക്കുന്ന നിരക്ക് 200 രൂപയാണ് മിനിമം നിരക്ക് ഇട്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ ടാക്സി കമ്പനികൾ തരുന്നത് 100 രൂപയിൽ താഴെയാണ് പല ട്രിപ്പുകൾക്കും തരുന്നുള്ളൂ. ഇപ്പം 3-4 കമ്പനികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവർ മത്സരിച്ച് ഓരോ ദിവസം തോറും നിരക്ക് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ വേണ്ടത് ഈ കമ്പനികളെ ഗവൺമെന്റ് നിയന്ത്രിക്കണം. 16 മണിക്കൂർ ഓൺലൈനിൽ കിടന്നിട്ട് സ്വന്തം കുടുംബത്തിലോട്ട് അരി വാങ്ങിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് ഓരോ ഡ്രൈവേഴ്സ് ചെല്ലുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ ഒരു കളക്ടർ മാർച്ച് സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ നിന്നും വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.